ആൻറ്റിക്ക് വയ്യ. എന്നാലും ആൻറ്റി ഇന്നൊരു തക്കാളി റൈസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ പേളിമോളുടെ തക്കാളി റൈസ് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. നമുക്ക് സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടത് തക്കാളിയാണല്ലോ. അപ്പോൾ തക്കാളിയും കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ നമുക്ക് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. കണ്ണാടി വെച്ചേക്കാം, ആൻറ്റി കണ്ണ് കാണത്തില്ല. ആൻറ്റിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് കേട്ടോ ആൻറ്റി സൈക്കിളിന് പോകുന്നത്. മക്കളൊന്നും വിചാരിക്കില്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് സെയിൻസ്ബറി ആണുള്ളത്. അപ്പോൾ സെയിൻസ്ബറിയിൽ നിന്നാണ് ഞാൻ മിക്കവാറും ഒറ്റയ്ക്കാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ തക്കാളി എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടൊമാറ്റോ റൈസിന് സൈഡായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ നല്ല ചിക്കൻ എയർ ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ലെഗ്സാണ് മേടിച്ചത്. ഒണിയനും എടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മസാലപ്പൊടികളൊക്കെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴവും കൂടി എടുത്ത് എൻ്റെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ആൻറ്റിക്ക് വയ്യെങ്കിലും വലിയ കോഴിക്കാലാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ വലിയ ലെഗ്സാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ, ഇത്രയും. അപ്പം ഇതിൽ ഇങ്ങനെ കുറച്ച് കോഴിയുടെ പൂടയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ തൊലി കുറച്ചൊന്ന് കണ്ടിച്ച് കളയുവാണ്. ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനായി ഈ കോഴി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മസാല പുരട്ടാൻ പോവുക കേട്ടോ. മക്കൾ ഇതൊന്നും കണ്ട് കൊതി വിടല്ലേ. ഇത് ഉണ്ടോ, ഞാനൊരു മസാലയൊക്കെ ഉണ്ടാക്കി. കുറച്ച് സാധനങ്ങൾ ഞാൻ തന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് ആൻറ്റി ചിക്കനെ എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. മസാല കുറച്ച് നേരം ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അതവിടെ വെക്കാം. ഈ സമയം കൊണ്ടേ ആൻറ്റി തക്കാളി റൈസ് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഈ ടൊമാറ്റോ റൈസിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ പേളിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട അതൊക്കെ നല്ല ചൂട് നെയ്യിൽ ഇട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും ഇട്ടു. പിന്നെ ഒരുപാട് സവോള നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ് അതും കൂടെ ഇട്ട് നല്ലോണം അങ്ങ് ഇളക്കി. ഒരുപാട് വഴണ്ട് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ തക്കാളി ഒരു 4-5 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് അത് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി, ആ ഇളക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്നില്ലേ. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും കുറച്ച് നേരം ഇളക്കിയിട്ട് ആ തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജീരകശാല റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കി അത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഈ അരപ്പിലേക്ക് അതങ്ങിട്ടു. പിന്നെ കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നടക്കാം. അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ ഞാനൊന്ന് വെതറുന്നുണ്ട്. എനിക്ക് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അരി വേകണമെങ്കിൽ വെള്ളം വേണം. 1 കപ്പ് ജീരകശാല റൈസിന് 2 കപ്പ് വെള്ളം എന്ന അളവിൽ അങ്ങ് ഒഴിക്കുക. അതും തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറഞ്ഞു പോയാൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ഉപ്പ് കൂടെ ഇട്ട് അടച്ച് വേവിക്കുക. ഇതിനിടയ്ക്ക് പുരട്ടി വെച്ച് നമ്മൾ ചിക്കനെ മറക്കാൻ പാടില്ല. ആ ചിക്കൻ ഇങ്ങനെ ഓരോന്നായിട്ട് നല്ല കുട്ടപ്പനാക്കി നമ്മൾ എയർ ഫ്രയറിലേക്ക് ഇടുക. ബാക്കി വന്ന കുറച്ച് മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് തൂകി എന്നിട്ട് ആ എയർ ഫ്രയറിലേക്ക് ആ ചിക്കൻ അങ്ങ് വെച്ച് സ്വിച്ച് ഓണാക്കാൻ മറക്കരുത്. പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ വേണം കേട്ടോ ഇത് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് റോസ്റ്റ് ചെയ്യുവാണ്. അവിടെ റോസ്റ്റിംഗ് നടക്കുന്നു, ഇവിടെ അരി വേകുന്നു. അരി വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല ടൊമാറ്റോ റൈസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ആ സമയം കൂടെ നമ്മൾ സാലഡ് ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രൈ നലാമടിച്ചു. അങ്ങനെ ഒരു സൈഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടുക. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ്സ് നമ്മൾ വീണ്ടും എയർ ഫ്രയറിൽ വെക്കുക. ഓൺ ചെയ്യാൻ മറക്കരുത്. ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ മുന്നിൽ കാണുന്ന നല്ല സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസും ചിക്കൻ ഫ്രൈയും റെഡിയാകും. എന്നിട്ട് അതിങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പി ഓരോ ചിക്കൻ കാലും വെച്ച് തൈര് സാലഡ് ഒഴിച്ച് ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കഴിച്ചാൽ എൻ്റെ സാറേ ചുറ്റിലുള്ള ഒന്നും കാണൂല. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ആൻറ്റി ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല കേട്ടോ പേളിമോളെ, നല്ല. എന്നാൽ ആൻറ്റി പോയി ഉറങ്ങട്ടെ. ബൈ ബൈ.